ഇത് ഞാൻ ചിരട്ട കൊണ്ട് പണിത വയലിനാണ്. എന്ന് നോക്കി സുഹൃത്തുക്കളെ, നമ്മളൊരു വയലിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ എല്ലാ കമ്പികളുടെയും മറ്റുള്ള കണക്കുകളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതൊക്കെ എവിടുന്നാ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ, ഈ വയലിൻ ചെയ്യുമ്പോൾ ഇത്ര കണക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ എവിടുന്നാ മനസ്സിലാക്കി? ഇതൊരു ഒറിജിനൽ വയലിൻ്റെ അളവെടുത്താണ് ഇത് ചെയ്തത്. ഇതിൻ്റെ പൊക്കവും വീതിയെല്ലാം. അപ്പോൾ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല, അത് ഒരളവെടുക്കാനായിട്ട് കിട്ടിയതാണ്. അന്നേരമാണ് ഇതിൻ്റെ സൈഡ് ഇവിടെ അല്ല ഇച്ചിരി മുഴപ്പുണ്ട്, ഈ പുറകിലും ഇച്ചിരി മുഴപ്പുണ്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കണ്ടാണ്. അതായത് നമ്മൾ പുറകു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു ഇതുണ്ട്. ഉണ്ട്. ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എടുത്ത്. പിന്നെ ഇതെന്ന് പറഞ്ഞാലും ഒരു 7 പീസായിട്ടാണ്. ഇതൊരു പീസാണ്. പിന്നെ ഇവിടുന്ന് ഒരു പീസ്, ഇതിങ്ങനെ ഒരു പീസ്, ഇത് രണ്ടും ഇങ്ങനെ ഒരു പീസ്, ഇവിടുന്ന് വേറെ ഒരു ജോയിൻ്റ്, ഇത് വേറെ, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒട്ടിച്ച് എടുത്താക്കിയതാണ്. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് വയലിനാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഒറിജിനൽ വയലിനാണ്. പിന്നെ സന്തോഷേട്ടൻ പറയുമ്പോഴാണത് നമ്മളുടെ ചിരട്ടയിൽ ചെയ്തതാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അതിൻ്റെ ആ ഒരു കട്ടിങ്ങും എല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷേട്ടാ, നമ്മളിപ്പോൾ കുറച്ച് ദൈവവിഗ്രഹങ്ങൾ കണ്ടു, ഗുരുദേവൻ്റെ വിഗ്രഹം കണ്ടു, വയലിൻ കണ്ടു. ഇനി ഇത് കൂടാതെ നമുക്കിനി എന്താണ് അടുത്ത് കാണാനുള്ളത്? വേറെ ഇനി തൂക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ നിരവധി കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തൂക്കുകളും കൂടി കാണാം അവസാനമായിട്ട് അല്ലേ? തീർച്ചയായിട്ടും. അത് സുഹൃത്തുക്കളെ, നമ്മളെ ഈ പറഞ്ഞതാണ് നമ്മളുടെ തൂക്കുകളൊക്കെ. സന്തോഷേട്ടാ, അപ്പൊ നമ്മൾ ഈ ചങ്ങല പോലെ കിടക്കുന്നത് ഇതും നമ്മളെ ചിരട്ടയിൽ തന്നെയാണോ ചെയ്തിട്ടുള്ളത്? അതെ, പൂർണ്ണമായിട്ടും ഇത് ചിരട്ട തന്നെയാണ്. ഇതൊരു 4 ദിവസത്തെ പരിപാടിയാണ്. ഈ തൂക്കുകളൊക്കെ ഈ ചങ്ങല മാത്രം ചങ്ങല മാത്രം ഇതെല്ലാം ചിരട്ട തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു കപ്പി പോലെ തൂക്കിയിടുന്ന ഭാഗം അതുവരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വീട് തൂക്കിയിട്ടാണ്. പിന്നെ ഈ ഒരു വിളക്ക് തീർക്കാൻ നമുക്ക് എത്ര ദിവസം വന്നിട്ടുണ്ടാവും? ഇതൊരു 4 ദിവസത്തെ വർക്ക്, ഇത്രയേ ഉള്ളൂ. 4 ദിവസം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി. ഇതാണോ ആദ്യം ഉണ്ടാക്കിയത്? അത് ഇതുപോലത്തെ വേറെ ചെറിയൊരു വിളക്കായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് വലുതയിലേക്ക് ഇങ്ങനത്തെ വിളക്കിലേക്ക് വന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കുറേ വിളക്കും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളെ ഗുരുദേവനെയും അതുപോലെ കൃഷ്ണനെയും ഇപ്പോൾ അവസാനമായിട്ട് നമ്മളെ ശബരിമല അയ്യപ്പനെയും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ടതൊക്കെയാണ് നമ്മളെ സന്തോഷേട്ടൻ. അദ്ദേഹം ഇത് പഠിക്കാൻ പോയിട്ടില്ല, അതുപോലെ തന്നെ ആരും ഇതിനൊരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അദ്ദേഹം സ്വയം ഇരുന്ന് ഉണ്ടാക്കി തുടങ്ങി അല്ലേ? ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ അധികം വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണമെങ്കിൽ സന്തോഷേട്ടൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വാട്സപ്പിൽ എന്ത് ചെയ്യുക, സന്തോഷേട്ടൻ്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിക്ചറായിട്ട് അയച്ചു കൊടുക്കും അല്ലേ? പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് തന്നെ, ആരും വിളിക്കരുത്, പരമാവധി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അല്ലേ? തന്നെയല്ല, എനിക്ക് എന്തെങ്കിലും പണിയാനെങ്കിലും ഉള്ള വേറെ ജോലിയൊന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും മനസ്സിലാക്കി എല്ലാവരും വാട്സപ്പിലൂടെ കണക്ട് ചെയ്യും. അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, സന്തോഷേട്ടനെ പോലെ ഒരു വ്യക്തിയെ നമുക്കത് കണ്ടുമുട്ടാനും അദ്ദേഹം ഉണ്ടാക്കിയ പല കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.